സാൽമൻ ഫിഷിനെ കുറിച്ച് പഠിച്ചിട്ടില്ലേ? ഫ്രഷ് വാട്ടറിൽ ഉണ്ടാകുന്ന സാധനമാണത്. അത് എന്നിട്ട് കടലിലൂടെ യാത്ര ചെയ്യണം. 5000 മുതൽ 8000 കിലോമീറ്റർ വരെ അത് മുട്ടയിട്ടിട്ട് യാത്ര ചെയ്യും. മുട്ടയിടാൻ വേണ്ടി യാത്ര ചെയ്യും. എന്നിട്ട് മുട്ടയിട്ടതിന് ശേഷം അവകൾ തിരിച്ചു പോരും. ഫ്രഷ് വാട്ടറിൽ പുഴയിൽ നിന്ന് കടലിലേക്ക് സന്ധിക്കുന്ന നദികളിലൂടെ കയറി ചെന്ന് കല്ലിനിടയിലും മറ്റും തലയടിച്ചിട്ട് അവകൾ ചത്തുപോവുക ചെയ്യുക പ്രസവിച്ചതിന് ശേഷം. ഈ കുഞ്ഞുങ്ങൾ ഉമ്മ പ്രസവിച്ചു കഴിഞ്ഞാൽ എവിടെ നിന്നാണോ ഉമ്മമാര് യാത്ര ചെയ്തത് അവിടത്തേക്ക് കുഞ്ഞുങ്ങൾ വലുതായിട്ട് തിരിച്ചു യാത്ര ചെയ്യും. ഒരു GPS ഇല്ല. ആരാ പറഞ്ഞു കൊടുക്കുന്നത്? കടലിലൊക്കെ എത്തിയ നമുക്ക് 2 കിലോമീറ്റർ പോയ എവിടെ കിഴക്ക് പടിഞ്ഞാറ് നമുക്ക് തിരിയില്ല. ഈ ജന്തുജാല അത്ഭുതമാണ്. മനുഷ്യനെ കുറിച്ച് പഠിച്ചു. ഇവകൾ മൈഗ്രേറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ മൈഗ്രേഷൻ ആണോ? ആണ്. അല്ലേ? അല്ല. കാരണം അവർ പെർമനന്റ് സെറ്റിൽമെന്റ് അല്ല അത്. ആ കുഞ്ഞുങ്ങൾ വളരുന്നതോടുകൂടെ അവകൾ തലസ്ഥാനത്തേക്ക് തിരിച്ച് യാത്ര ചെയ്യാണ്. 8000-ഉം അതിലേറെയും കിലോമീറ്ററുകൾ ഈ മത്സ്യം യാത്ര ചെയ്യുന്നു. പോയ കൃത്യമായ സ്ഥലത്തേക്ക് തിരിച്ചെത്തും. ഉമ്മ എവിടെ നിന്നാണോ പോയത് അവിടത്തേക്ക് മക്കൾ തിരിച്ചെത്തുകയാണ്. സാൽമൺ ഫിഷ് കിലോക്ക് 60 ഉണ്ട് 50 ഉണ്ട് എന്നൊക്കെ കാണുമ്പോഴേ ഇത് ഇത്ര അത്ഭുതമുള്ള ഒരു ജീവിയാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? സുബ്ഹാനല്ലാഹ്. അള്ളാഹു റഷീദാണ്. ഇതൊക്കെ മനുഷ്യന് പടച്ചോൻ കാണിച്ചു തരികയാണ്. കണ്ണുകൊണ്ട് തുറന്ന് കാണണം. അതുകൊണ്ട് അള്ളാഹുവിന്റെ മുത്തലഖായ റബ്ബ് തആലയുടെ അള്ളാഹുവിന്റെ കഴിവിനെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കണം. റബ്ബ് തആല മൻ കാന അല്ലാഹു മഅഹ്, അള്ളാഹു നമ്മോട് കൂടെയുണ്ടെങ്കിൽ, നമ്മൾ അള്ളാഹുവിന്റെ കൂടെയുണ്ടെങ്കിൽ ഈ പ്രപഞ്ചത്തിലെല്ലാം എളുപ്പമാണ്. ഈ ജീവിതം വല്ലാത്തൊരു ജീവിതമാണ്. മനുഷ്യൻ ജീവിക്കുന്നത് ആഗ്രഹങ്ങളുടെ ഒരു സ്വപ്നങ്ങളുടെ ലോകത്താണ്. അനന്തമായ സ്വപ്നങ്ങളുടെ ലോകത്താണ് മനുഷ്യൻ ജീവിക്കുന്നത്. അനന്തമായ സ്വപ്നമാണ്. അതിൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല. കാരണം ഒന്ന് കഴിഞ്ഞാൽ അടുത്തൊരാഗ്രഹം വരുന്നു, അത് കഴിഞ്ഞാൽ വേറൊരാഗ്രഹം വരുന്നു, അത് കഴിഞ്ഞാൽ മറ്റൊന്ന് വരുന്നു. ഒരു ജോലി കിട്ടണമെന്ന് ആഗ്രഹിച്ച് ജോലി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആ ജോലി കൊണ്ട് ആള് കുടുങ്ങി പോവാണ്. പിന്നെ കുട്ടികളെ കാണാൻ പറ്റുന്നില്ല, ഒന്ന് ഫ്രീ ആയിട്ട് ഇരിക്കാൻ പറ്റുന്നില്ല, ടെൻഷൻ അടിക്കുകയാണ്, ബുദ്ധിമുട്ടാവുകയാണ്. ഏതൊരു ജോലി കൊണ്ട് താൻ രക്ഷപ്പെടുമെന്ന് വിചാരിച്ചോ ആ ജോലി കൊണ്ട് താൻ പരാജയപ്പെടാന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ മാനസികമായി ടെൻഷൻ അടിക്കുകയാണ്. ഒരു വാഹനം വേണമെന്ന് വിചാരിച്ചു, ആ വാഹനം വാങ്ങിച്ചു, അതിനെന്തെങ്കിലും ആക്സിഡന്റ് ആവും, അല്ലെങ്കിൽ കേടുപാടുകൾ സംഭവിക്കും. സന്തോഷം ഉണ്ടാവുമെന്ന് വിചാരിച്ചു, അത് പെർമനന്റ് അല്ല. മനുഷ്യന്റെ ആഗ്രഹങ്ങളെ 2 എണ്ണമേ നിയന്ത്രിക്കുകയുള്ളൂ എന്ന് മഹാന്മാർ പഠിപ്പിക്കുകയാണ്. മനുഷ്യന്റെ അനന്തമായ ആഗ്രഹങ്ങളെ നിയന്ത്രിക്കാൻ 2 കാര്യങ്ങൾക്കേ സാധിക്കുകയുള്ളൂ. ഒന്ന് അൽ മൗത്ത്, മറ്റേത് അർ-റിളാ. ഒന്ന് മരണമാണ്. മരണം കൊണ്ട് നിയന്ത്രിക്കാൻ പറ്റും, അവിടെ അത് അവസാനിക്കും. മരണം കൊണ്ട് അവസാനിക്കുന്നില്ല. അതിന്റെ മുമ്പ് നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുന്ന ഒറ്റ കാര്യമുള്ളൂ, അർ-റിളാ. അല്ലാഹുവേ, നീ തന്ന നിന്റെ സർവമാന അനുഗ്രഹങ്ങളെ കൊണ്ടും ഞാൻ പൊരുത്തപ്പെട്ടിരിക്കുന്നു റബ്ബേ എന്ന ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്നുണ്ടാകുന്ന കണ്ടന്റ്മെന്റ്, മനസ്സുകൊണ്ട് തോന്നുന്ന ഞാൻ ഇഷ്ടമായി റബ്ബേ എന്ന് തോന്നുന്ന റിളാ, പൊരുത്തം. അല്ലാഹുവിനെ സംബന്ധിച്ച് പൊരുത്തപ്പെടാം. ഒറ്റ കഴിവുള്ളൂ, ഒരു പ്രിഫിക്സ്. എന്താണത്? കുഞ്ഞിന് മുലപ്പാല് കുടിക്കാനുള്ള ഒരു ഇൻസ്റ്റിങ്ക്റ്റ് അല്ലാഹു തോന്നിപ്പിച്ചു കൊടുക്കുന്ന ഒരു സംഗതിയാണ്. ഉമ്മക്ക് കുട്ടിക്ക് പാലെടുക്കാൻ പാല് നിറഞ്ഞിരിക്കുകയാണ്, കുട്ടിക്ക് അത് കുടിക്കാൻ അറിയില്ല എങ്കിൽ എന്ത് ചെയ്യും? കുട്ടിയെ പഠിപ്പിച്ചെടുക്കാൻ പറ്റുമോ? ജനിച്ച കുട്ടിയെ പഠിപ്പിച്ചെടുക്കാൻ പറ്റുമോ? ജനിച്ച കുഞ്ഞിന്റെ ഉള്ളിൽ കിടക്കുന്ന ഒരാളും പഠിപ്പിച്ചു കൊടുക്കാതെ തന്നെ കുഞ്ഞിനറിയുന്ന ഒരു കഴിവേ ഉള്ളൂ. അപ്പോ കുഞ്ഞിന്റെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ അത് ഉമ്മയുടെ നെഞ്ചിൽ നിന്ന് ആ പാല് കുടിക്കുക എന്നതാണ്. കുഞ്ഞിന്റെ ചുണ്ടുകൾ ചലിക്കണം, കുഞ്ഞ് വലിച്ചെടുക്കണം, എയർ വലിക്കണം, അവിടെ ഇറക്കണം. ഭൂമിയിലേക്ക് ജനിച്ചു വീണ കുഞ്ഞിന് എങ്ങനെ അറിയും? അല്ലാഹു തആല വഹദൈനാഹു നജ്ദൈൻ, അവന് ഭക്ഷണം കഴിക്കാനുള്ള 2 സ്ഥലങ്ങളിലേക്ക് നാം അവന് വഴി നടത്തിയല്ലോ, അല്ലെങ്കിൽ വഴി കാണിച്ചു കൊടുത്തല്ലോ. ജീവിക്കാനുള്ള സംവിധാനം നാം കുഞ്ഞിന് ഒരുക്കി കൊടുത്തിട്ടുണ്ട്. ഇത് ആരാ പഠിപ്പിച്ചത്?
ജന്തുജാലങ്ങളുടെ കഥ പിന്നെ പറയേണ്ട ആവശ്യമില്ല. ഭൂമിയിലേക്ക് ജനിച്ചു വീഴുമ്പോഴേ വെള്ളത്തിലിട്ട അവകൾ നീന്തി രക്ഷപ്പെടും. നമ്മളെയും പോലെയല്ല ചില ജീവികൾ. അതുകൊണ്ടാണ് അല്ലാഹു തആല ഖലഖ ഫസവ്വ, അല്ലാഹു തആല സൃഷ്ടിക്കുക മാത്രമല്ല അതിന്റെ കൃത്യമായ ഗൈഡൻസ്, ഫഹദാ, അല്ലാഹു തആല അതിനാവശ്യമായ മാർഗദർശനങ്ങളും ഓരോ ജീവിക്കും റബ്ബ് നൽകി. ഇതിനൊന്നും സയൻസിന് ഉത്തരമില്ല. എങ്ങനെ സംഭവിക്കുന്നു? അങ്ങനെ സംഭവിക്കുന്നു. ആര് പഠിപ്പിച്ചു? കുഞ്ഞിന്, പശുക്കിടാവിന് നീന്താൻ ആര് പഠിപ്പിച്ചു എന്ന് ചോദിച്ചാൽ എന്താ പറയാ? ആര് പഠിപ്പിച്ചു? ആരുമില്ല, അല്ലാഹു റബ്ബ് തആലയല്ലാതെ.